പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്ന അവകാശവാദമാണ് മുന്നണികളുടേത്. പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികൾക്ക് ഒരുപോലെ ആശങ്കയാണ്. പ്രചരണകാലത്ത് വിടാതെ പിടികൂടിയ വിവാദങ്ങളെ ചെറുക്കാനായെന്ന LDF വിലയിരുത്തൽ. ഇടതു വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്നും ബൂത്തുകളിലെ കണക്ക്. സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഗുണം ചെയ്തു. പ്രതികൂല ഘടകങ്ങൾ വെല്ലുവിളിയായാലും 20,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്ന് LDF ക്യാമ്പ് വിശ്വസിക്കുന്നു. താഴെത്തട്ടിൽ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തത് ഇടതുപക്ഷ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ അവർ പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഒരു ഫലം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല പോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. 3,000-നും 5,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് UDF പ്രതീക്ഷ. സമാനതകളില്ലാത്ത പ്രവർത്തനം ചേലക്കരയിൽ കാഴ്ചവെക്കാനായെന്ന നേതാക്കൾ പറയുന്നു. LDFന് സ്വാധീനമുള്ള വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തുകളിലൊഴികെ ലീഡ് നേടുമെന്നും വിലയിരുത്തൽ. ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ചേലക്കര കോൺഗ്രസിനൊപ്പം UDFനൊപ്പം മാറ്റത്തിന് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആ മാറ്റത്തിനായിട്ട് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. അടിയൊഴുക്കുകളിൽ NDAക്കുള്ളത് വലിയ പ്രതീക്ഷ. UDFന്റെയും LDFന്റെയും വോട്ടുകൾ പിടിച്ചെടുത്തെന്നാണ് PV അൻവറിന്റെ DMK പിന്തുണയുള്ള NK സുധീറിന്റെ വിശ്വാസം. ചേലക്കരയിൽ വിജയം നിർണ്ണയിക്കുന്ന ഘടകമാകുമെന്നും സുധീർ കരുതുന്നു. കണക്കുകൂട്ടലുകൾക്കൊപ്പുറം ചേലക്കരയിൽ ആര് കരകയറും? ഇനി കാത്തിരിപ്പിന്റെ 9 നാളുകൾ. ചേലക്കരയിൽ നിന്നും MD അധീഷിനൊപ്പം അശ്വിൻ പാലാഴി, 24.